ഗൈസ് നമ്മളിനി മൾട്ടിമീറ്റർ ഓൺ ആക്കി വെക്കാൻ പോവാണ്. ഇപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് ഗൈസ് 8 വോൾട്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ വാഴയിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. വാഴയിൽ നിന്നൊക്കെ കറണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒരു എക്സ്പെരിമെൻ്റ് അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചെറിയൊരു എക്സ്പെരിമെൻ്റാണ്. അധികം കറണ്ടൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് വാഴയിൽ നിന്ന് ലൈറ്റ് കറണ്ട് ഉണ്ടാക്കി ലൈറ്റ് കത്തിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാം. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ട് ചാർജ് കഴിഞ്ഞ ഇതുപോലത്തെ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിന് ആവശ്യമായ സംഭവങ്ങൾ എടുക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മീതൊരു കോട്ടിങ് ഉണ്ട്, ഒരു കവർ പോലത്തെ ഒരു സാധനമുണ്ട്. അത് നമുക്ക് ഊരി കളയാം. അപ്പോൾ ഇത് ഊരാനായിട്ട് ഈ സൈഡിൽ നമുക്ക് നോക്കിയാൽ ഓപ്പൺ ചെയ്യാനുള്ളൊരു സാധനം കാണാം ഇതുപോലത്തെ. ഇതുപോലെ നമ്മൾ തുറന്ന് കൈയൊന്നും മുറിക്കാതെ കൈയൊന്നും പൊള്ളിക്കാതെ വേണം ഇതുപോലെ ഊരിയെടുക്കാനായിട്ട് ഗൈസ്. ഇത് നമ്മൾ ഊരിയെടുക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ നേരത്തെ പൊളിച്ചെടുത്ത ബാറ്ററിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത നമ്മുടെ സിങ്ക് പ്ലേറ്റുകളാണ്. ഇത്രയും പ്ലേറ്റുകൾ നമുക്ക് ആവശ്യമില്ല, എന്നാലും നമ്മൾ കുറച്ച് എക്സ്ട്രാ എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ച് വേറൊരു പരിപാടിയുണ്ട്. നമുക്ക് സിങ്ക് പ്ലേറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാറ്ററിയുടെ ഉള്ളിൽ നിന്ന് കുറച്ച് ലെഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ കറണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ സിങ്കും ഈ ലെഡും വെച്ചിട്ട് കണക്ട് ചെയ്താലും കിട്ടും. അപ്പോൾ ഇത് രണ്ടും വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. കോപ്പറോ ഇതിനും ഏതെങ്കിലും മാറ്റി എടുക്കാം. ഈ സിങ്ക് പ്ലേറ്റ് എന്തായാലും യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ തൽക്കാലം ഈ ലെഡ് കുറച്ച് നീക്കി ചെയ്യാം. എന്നിട്ട് നമുക്ക് സിങ്ക് പ്ലേറ്റിൻ്റെ പണി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് നല്ല ഒരു സിങ്ക് പ്ലേറ്റ് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഏകദേശം ഇത് രണ്ടും ഓക്കെയാണ്. ഇതും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു നല്ലൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സിങ്ക് പ്ലേറ്റ് എടുത്താണ്. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ലെവൽ ചെയ്തെടുക്കാം. ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നീട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനൊരു മാർക്ക് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു പ്ലേറ്റിൽ നിന്ന് നമുക്ക് കുറച്ചധികം എണ്ണം കിട്ടും. നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പ്ലെയറോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം വെച്ച് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. കത്രിക യൂസ് ചെയ്താലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കത്രികയ്ക്ക് നല്ല മൂർച്ച വേണം. ഒരു പ്ലേറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്ലേറ്റ് നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഈ മുഴുവൻ പ്ലേറ്റുകളും ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനത്തെ ഈ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ. അല്ലാണ്ട് നേരിട്ട് കുത്തണമെങ്കിൽ നമുക്കിപ്പോൾ കുറേ ഇങ്ങനത്തെ പ്ലേറ്റുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ബാറ്ററിയിൽ നിന്ന് തന്നെ ഇത്രയും പ്ലേറ്റുകൾ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറുതും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 2 ടൈപ്പ് ബാറ്ററിയിൽ നിന്നും ഇത് സിങ്ക് പ്ലേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ബാറ്ററിയിൽ നിന്നും നമ്മുടെ റിമോട്ടിലൊക്കെ ഇടുന്ന ചെറിയ ബാറ്ററിയിൽ നിന്നും നമ്മൾ ഈ പ്ലേറ്റുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കെല്ലാനും ഇതുപോലെ കട്ട് ചെയ്ത് പീസാക്കി എടുക്കണം. നമുക്ക് ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ ഇത്ര അധികം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന് നിവർത്തി വയ്ക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ കൈ മുറിക്കാണ്ട് നോക്കണം. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ അതിന് ശേഷം ഇതൊക്കെ നിവർത്തി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ നിവർത്തി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് വേറൊരു പണി ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് ഇങ്ങനെ എല്ലാവരും നിവർത്തി വയ്ക്കാം. കണ്ടോ, കട്ട് ചെയ്തപ്പോൾ വളഞ്ഞ് തിരിഞ്ഞ് പോയതാണ്. അപ്പോൾ അളവുകളൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അത് കുഴപ്പമില്ല. നമുക്ക് ഇതിന് അളവിലല്ല കാര്യം, നമ്മളിതുമ്പോൾ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇതിവിടെ ഇട്ട് ഓരോ ഹോള്. ആ ഹോൾ എന്തിനെടുക്കണേന്ന് വെച്ചാൽ നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കണമല്ലോ വയറങ്ങടുങ്ങളും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കണക്ട് ചെയ്യണമല്ലോ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിന് ഇങ്ങനെ കുത്താൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ
സൈഡൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. ഒരു കത്തിയുടെ ഒക്കെ പോലെ ഒരു ഷേപ്പ് ചെയ്ത് കണ്ട കുത്താൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനത്തെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാവരും ചെയ്തെടുക്കാം. കണ്ട എല്ലാത്തിൻ്റെ ഇതുപോലെ സൈഡ് കട്ട് ചെയ്ത് കളയാം. നമ്മൾ കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വേഗം കുത്തി ഇറക്കാനൊക്കെ നമുക്കിതുകൊണ്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളുടെ കട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ പീസും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇതെല്ലാനും ആ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവമൊക്കെ കാലുമേയൊക്കെ കൈമേയൊക്കെ കുത്തി കയറാണ്ട് നിങ്ങൾ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ അതെ ഇങ്ങനെ ഒരു സിങ്കിൻ്റെ പീസ് എടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു കത്തിയോ കത്രികയോ വെച്ചിട്ട് ഇതിൻ്റെ നടുക്കൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതെ ഇവിടെ ആയിട്ടൊരു ഹോള് ഇത് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ വയറുകൾ കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. വേണ്ട ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. അതിന് ശേഷം ഇതുപോലത്തെ ഒരു വയർ എടുത്തിട്ട് ഇതിൻ്റെ സ്ലീവ് കുറച്ച് കളഞ്ഞു കൊടുക്കാം. അയ്യോ കട്ട് ചെയ്ത് കുഴപ്പമില്ല. നമ്മൾ ഇത്ര എടുത്തിട്ട് സ്ലീവ് കുറച്ച് കളയാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് പിരിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റണം. ഈ ഓട്ടയിൽ കൂടെ കയറ്റിയിട്ട് നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഇപ്പോൾ കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിങ്ങനെ തിരിച്ച് ടൈറ്റാക്കി സെറ്റാവാൻ പാകത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഇൻസുലേഷൻ ടേപ്പോ മാസ്കിൻ ടേപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വെക്കണമെങ്കിൽ വെക്കാം, ഇത് ഊരി പോകാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളൊരു ചെറിയ പീസ് എടുത്ത് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അത് കണ്ട ഇത്രയൊന്നും ആവശ്യമില്ല നമുക്ക്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ബലത്തിന് വേണ്ടിയാണ്, നമ്മളിത് വിട്ടുപോകാൻ പാടില്ലല്ലോ. അപ്പോൾ കൂടുതൽ തന്നെ പീസ് നമുക്ക് മുറിച്ച് മാറ്റാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിനി അടുത്തത് ചെയ്യാനുള്ളത് ഇതിൻ്റെ മറ്റേ അറ്റം ഉണ്ടല്ലോ. അപ്പോൾ ഏകദേശം നമുക്കൊരു ഇത്രയും നീട്ടം മതിയായിരിക്കും. അപ്പോൾ ഇവിടെ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കത് ഈ അറ്റത്ത് ഇതിൻ്റെ ഈ സ്ലീവ് കളഞ്ഞെടുക്കാം. അതെ കളഞ്ഞിട്ടുണ്ട്. അല്ല ഇത്രയും നമ്മൾ ഈ സ്ലീവ് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് നേരിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു കോപ്പറിൻ്റെ ഈ സംഭവം വയ്ക്കാം. ഗൈസ്, അപ്പോൾ നമ്മളത് 10 നമ്മൾ ഇങ്ങനത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ട ഇതിൻ്റെ അറ്റത്ത് ഈ സംഭവം വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്തെ അറ്റത്ത് നമ്മളിത് ഒന്നും ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് നേരിട്ട് കുത്താൻ പറ്റും. ഇങ്ങനെ ഒരു സൈഡ് ഇതും ഒരു സൈഡ് കോപ്പറായിട്ടും. അപ്പോൾ കോപ്പറിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് കറണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു സാധനമുണ്ട്. നമ്മൾ ബാറ്ററി തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ ലെഡ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഈ മാറ്റി വെച്ച് ഈ ലെഡ് ഇതിൻ്റെ ഉള്ളിൽ അറ്റത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കറണ്ട് കൂടുതൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ചിലത് 0.85 വോൾട്ട് ഉള്ളത്, ഈ സംഭവം കോപ്പർ മാത്രം വെച്ചത് 85 വോൾട്ട് കിട്ടണത് നമുക്ക് ഇത് വെച്ച് കഴിയുമ്പോൾ 1 വോൾട്ടിൻ്റെ അടുത്തൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അറ്റത്ത് ഈ സംഭവം കൂടി വെച്ച് കൊടുക്കാൻ പോവാണ്. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പകുതിയാക്കിയ ഒരു പീസൊക്കെ 2 കിട്ടുമായിരിക്കും. നമുക്കൊന്ന് ഒടിച്ച് നോക്കാം. കണ്ട ഗൈസ്, ഇത് 2 പീസായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാത്തിനും കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇത്ര എണ്ണം നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ട കുറേ എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത്ര എണ്ണം ഉണ്ടാക്കിയിരിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡിൽ ഈ ലെഡും ഒരു സൈഡിൽ സിങ്കിൻ്റെ പീസുള്ളതാണ്. ഇത്ര എണ്ണം നമ്മൾ ഉണ്ടാക്കിയാണത്. നോക്കിയാൽ 1 2 3 4 5 6 7 8 9 എണ്ണം ഇങ്ങനത്തെ പീസുകളാണ് നമ്മൾ ഉണ്ടാക്കിയത്. കണ്ട
ലെഡും ഇതുള്ളത്. പിന്നെ 10ാമത്തെയും 11ാമത്തെയും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സൈഡിൽ ലെഡ് വെച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ നമ്മളൊന്നും കണക്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെ വെറുതെ ഇട്ടേക്കാണ്. അപ്പുറത്ത് വേറെ എണ്ണത്തിൽ ഒരു സൈഡിൽ സിങ്കും ഒരു സൈഡിൽ വെറുതെ ഇട്ടേക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ 9 എണ്ണം. അപ്പോൾ ഈ 9 എണ്ണം നമുക്ക് ശരിക്കും ആവശ്യമില്ല, നമ്മൾ സ്പെയറായിട്ടെങ്ങാനും പൊട്ടിപ്പോകണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആവശ്യത്തിന് എടുത്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ വേണമെങ്കിൽ ഒന്നിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചിലപ്പോൾ പവർ കൂടുതൽ കിട്ടാൻ കുറച്ചും കൂടി സാധ്യത ഉണ്ടാവും. അതുകൂടാതെ നമ്മൾ ഇതുപോലത്തെ ഒരു വയറും കൂടി എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് രണ്ടിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് അത് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ, ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു വയറും കൂടി നമ്മളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട ആവശ്യം. പിന്നെ നമുക്ക് നമ്മുടെ വാഴയുടെ അടുത്തേക്ക് പോയാലോ, വാഴ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി വാഴ വെട്ടാൻ തോട്ടത്തിൽ വന്നിരിക്കുകയാണ്, പറമ്പിൽ വന്നിരിക്കുകയാണ്. അത് നമുക്ക് പറ്റിയൊരു വാഴ, കാറ്റത്തും മഴയത്തൊരു വാഴ നമുക്ക് വീണിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട ഗൈസ്, ഇതാണ് നമ്മളിന്ന് വെട്ടാൻ പോണ വാഴ. അപ്പോൾ നമുക്കിതൊന്ന് വെട്ടിയൊന്ന് ഒരു 8 കഷ്ണം 9 കഷ്ണങ്ങളോ നമുക്ക് ആക്കി ഇതിനെ എടുക്കാം. അപ്പോൾ നമുക്ക് വെട്ടണത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ സാധനം ഉണ്ടായി, നമ്മൾ വെട്ടിയെത്തിയിട്ട് കണ്ടെന്നുണ്ടാകും വെട്ടി കഷ്ണം പീസായി പോയി. അപ്പോൾ ഇതുണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് വശം നമ്മൾ വെട്ടിക്കളയാണ്. അതിങ്ങനെ വെട്ടി നമുക്കിത് റൗണ്ടിലാണ് കറക്റ്റ് ഒരു ഏകദേശം ഇത്രയും നീട്ടത്തിൽ വെച്ച് ഓരോ പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഏകദേശം ഇത്ര നീട്ടത്തിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ നമുക്കിത് ഫുള്ളിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ 10 എണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ചേട്ടൻ വൃത്തിയാക്കട്ടെ. നമുക്കൊരു കാര്യം പറയണ്ടല്ലേ, എന്റെ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല ഗൈസ്. മീതിലത്തെ സാധനങ്ങളൊക്കെ അത് നമ്മൾ ഒരു ലെയർ വേണമെങ്കിൽ ഊരി കളയാം. അതിനുശേഷം ഇന്നത്തെ സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് കളഞ്ഞിട്ട് ചേട്ടൻ റെഡി ആക്കട്ടെ ഗൈസ്. എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഓരോന്ന് കളഞ്ഞത് ഇങ്ങനെ എടുക്കുകയാണ്. കണ്ട ഈ ഒരു ലെയറൊക്കെ കളഞ്ഞ് ഇങ്ങനെയാക്കി എടുക്കുകയാണ്. അതേ 3, 4 കസിനാന്നുള്ള കാര്യം അറിയോ? ഞങ്ങളുടെ വീഡിയോ ഇടാനാ യൂട്യൂബർ നമ്മുടെ കസിനാന്ന് പറഞ്ഞു. നമുക്കിത് അപ്പുറത്ത് കൊണ്ടുപോയി ഒന്ന് എടുത്ത് വയ്ക്കാം. അപ്പം നമ്മൾ കൈമൊക്കെ ഇതാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ട ഇവിടെ നല്ല വെളിച്ചമുള്ള സ്ഥലമാണ്. വൈകുന്നേരമായി തുടങ്ങി. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ഇതുകളൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. നമുക്കത് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മുടെ അവസാനത്തെ കിണ്ടി കൂടി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇങ്ങനത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് നിരത്തി അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ നല്ലതുകൾ നമുക്ക് അടുത്ത് കുറച്ചും കൂടി വലിയതുകളൊക്കെ അടുപ്പിച്ച് വെക്കാം. അപ്പോൾ കുറച്ചും കൂടി കറണ്ട് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും അത് ഇങ്ങനെയൊക്കെ നമുക്ക് നിരത്തി വയ്ക്കാം. ഇങ്ങനെ നിരത്തി നമ്മൾ വയ്ക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സംഭവം നമുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി കൊണ്ടുവന്ന നമ്മുടെ സംഭവങ്ങൾ ഇതിനാ, ഇത് നമുക്ക് പുറത്തെടുക്കാം. ഏകദേശം 10 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് എക്സ്ട്രാ ഞാൻ ഒരു വയറും കൂടി എടുത്തിട്ടുണ്ട്. കണ്ട ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത്. നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും നമുക്ക് വേണ്ട, കറക്റ്റ് 10 എണ്ണം നമുക്ക് മതി. പിന്നെ നമുക്ക് ഇത് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെയാണ് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് തന്നെ ഇതുപോലത്തെ ഒരു ഇതുള്ളത് വേണ്ട, ഇതുപോലത്തെ ഒരു ഇതുള്ള നമ്മുടെ സിങ്കിൻ്റെ ഒരു കഷ്ണമുള്ളത് ഇപ്പുറത്ത് നമ്മൾ ലൈറ്റ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു സിങ്കിൻ്റെ ഒരു സൈഡിലുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് ഇത് ഈ ഒരു വാഴയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം.
കണ്ട നന്നായിട്ട് ഇറക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഇപ്പുറത്തെ വശം ഇതിനകത്ത് തന്നെ നമ്മൾ ഇതേ ഇങ്ങനത്തെ പറഞ്ഞ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് തിരിച്ച് വെച്ചിട്ട് നമ്മളൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇറക്കി കൊടുക്കാൻ പോവാണ്. പൊട്ടണുണ്ട്, കുഴപ്പമില്ല. നമുക്കിത് ഇതിൻ്റെ ഉള്ളിലും ഇറക്കി കൊടുക്കാം. ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തരട്ടാം. നമ്മളിത് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അതെ, ഒരു സൈഡ് ഈ ലെഡ് ഉള്ളത്, ഒരു സൈഡിൽ ഇങ്ങനത്തെ സിങ്ക് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലെഡാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇപ്പുറത്ത് ഇവിടെ നമ്മൾ സിങ്ക് കണക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ ലെഡ്, അങ്ങനെയാണ് നമ്മൾ ഇനി കണക്ട് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ നമ്മളിത് ഇവിടെ ആയിട്ട് ഇവിടെ സിങ്കിൻ്റെ ഇത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ആയിട്ട് ലെഡിൻ്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ശേഷം എന്ത് ഇതുപോലെ ലെഡ് ഇതേ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ ചുറ്റിനും എത്തിക്കണം. അപ്പോൾ അതെ ഇവിടെ ലെഡാണ് കണക്ട് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ സിങ്ക് കണക്ട് ചെയ്യണം. അതെ സിങ്ക് കണക്ട് ചെയ്യണം. ഇതിങ്ങനെ മാറി മാറി ഇവിടെ ലെഡ് കണക്ട് ചെയ്താൽ ഇവിടെ സിങ്ക്, അങ്ങനെ മാറി മാറിയാണ് നമുക്ക് ഇനി കണക്ട് ചെയ്യേണ്ടത്. ഇത് തെറ്റിപ്പോകാതെ കണക്ട് ചെയ്യണം, എന്നാലേ നമ്മുടെ കറക്റ്റ് ഈ എക്സ്പെരിമെൻറ്റ് വർക്കാവുള്ളൂ. ഇനി ഏകദേശം നമുക്ക് കുറച്ചെണ്ണം കൂടി ഉള്ളൂ. ഇതും കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സിങ്ക് ലെഡ്, അപ്പോൾ ഇവിടെ സിങ്ക് കണക്ട് ചെയ്യാം. അതായത് കറക്റ്റ് കയറുന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഉള്ളിലേക്ക് തള്ളി കയറ്റിയാലും മതി. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ അവസാനത്തെ ഈ സിങ്കും കൂടി ഇതേ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഇതേ സിങ്കാണ് വന്നതാണ്. അപ്പോൾ ലെഡ് ഇവിടെ വരും, സിങ്ക് ഇതിനകത്ത് വരും. അതേ സിങ്ക് ദേ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ലെഡ് ദേ നമുക്ക് ഇവിടെ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മൊത്തം നമ്മുടെ കണക്ഷന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഏകദേശം നമ്മുടെ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ട എല്ലാവരും കൂടി നമ്മൾ കൂട്ടി കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കണ്ട ഇത് മതി. ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് എടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കി കഴിഞ്ഞാൽ കണ്ട കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ മാറിക്കോ. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് എത്ര വോൾട്ട് തന്നെ ഉണ്ടെന്നാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മളിവിടെ 2 വയർ ഔട്ട് എടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മളിനി ഔട്ട് എത്ര ഉണ്ടെന്ന് നോക്കാൻ പോകുന്നത്. ഗൈസ് നോക്കിക്കഴിഞ്ഞാൽ 1.21 1 വോൾട്ട് 20 ഏകദേശം ഒരു വോൾട്ടും 21 1 വോൾട്ട് ഏകദേശം നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്മേ ഒന്ന് വല്ല ബൾബ് LED വല്ലതും കണക്ട് ചെയ്ത് ഇതിൽ നിന്ന് ലൈറ്റ് കത്തുമെന്ന് നോക്കാം. അപ്പോൾ അതാണ് നമ്മുടെ അതിന് അടുത്ത ടെസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു ലൈറ്റ് കണക്ട് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ ഓഫ് ചെയ്തിട്ടേക്കാം. അതെ ഇതുപോലത്തെ ഒരു കണക്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാ കണക്ടറാണ്, ഞാൻ ഇതിൻ്റെ അറ്റത്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ട പിന്നെ കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. ലൈറ്റ് കത്തണ്ടോ എന്നറിയാം. എനിക്ക് തോന്നുന്നത് കത്താൻ സാധ്യതയില്ല, 1 വോൾട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതേ ക്യാമറ സെറ്റ് ചെയ്യാം. അതേ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്ലസ് സിങ്കും മറ്റേതായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മുടെ ലൈറ്റ് കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ കണ്ട കയ്യിലുള്ളിൽ നോക്കിയാൽ ലൈറ്റ് കത്തണത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഇത് നല്ല കുറച്ച് ചാർജ് മതി ഈ ലൈറ്റ് കത്താൻ. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു ലൈറ്റ് ഇത്ര നന്നായിട്ട് കത്തുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രകാശം വന്നിട്ട്. അപ്പോൾ അതേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതേ കണ്ട ഈ ഒരു ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും പ്രകാശം നമുക്ക് ഈ വാഴയുടെ ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ട ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഇത്രയും പ്രകാശം വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഊരി കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻ കട്ടായിട്ട് നമ്മുടെ ഈ ലൈറ്റ് കെട്ടുപോകും. അപ്പോൾ ഇത്രയും വെളിച്ചം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് നേരമൊക്കെ വേണമെങ്കിൽ കത്തി നിൽക്കുമായിരിക്കും. അപ്പോൾ അത്രയുള്ള കറണ്ടാണ് നമ്മുടെ ഈ വാഴയുടെ ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ. എൻ്റെ കൈമ ഇതിൻ്റെ എന്നിട്ടാ വയറ് ചെറുതായി ഒന്ന് കുത്തിക്കൊണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നോക്കിക്കോ. അപ്പോൾ അതിനൊന്ന് രണ്ട് പണിപ്പാടൊക്കെ ദേ ഓഫായി ഗൈസ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു ചെറിയൊരു കറണ്ട് കിട്ടുള്ളൂ, ഒരു ചെറിയൊരു സയൻസ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല.
അപ്പോൾ ഇത് ആനോഡ് കാഥോഡായിട്ട് നമ്മുടെ സിങ്കും ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന സിങ്കും പിന്നെ മറ്റേ ലെഡും വെച്ചാണ് ഇനി വർക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ വേറൊരു എക്സ്പെരിമെൻറ്റ് കൂടി ചെയ്ത് നോക്കുന്നുണ്ട്. മണ്ണിലൊരു പരീക്ഷണം നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ.